സൗഖ്യമുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചാൽ, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക്, സന്തോഷത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ, അത്തരത്തിലൊരു ജീവിതത്തിൻ്റെ ഉടമയാണോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. വിൽറ്റ് ദൗ ബി മെയ്ഡ് ഹോൾ? നമ്മുടെ എല്ലാവരുടെയും ഒരു സമ്മതം കൂടെ കർത്താവിന് ആവശ്യമാണ്. സൗഖ്യമാക്കുക. അതുകൊണ്ട് രണ്ട് ചോദ്യങ്ങൾ രണ്ട് സൈഡിൽ നിന്നും കർത്താവിലേക്ക് വരാം. ഒന്ന് മനുഷ്യൻ്റെ പക്ഷത്തു നിന്നുള്ള ചോദ്യമാണ്. മനസ്സാകുമോ സുഖം ആക്കുവാൻ? കർത്താവിന് അതിനുള്ള മറുപടി ഒരു ചോദ്യമാണ്. മനസ്സാകുമോ സുഖം ആകുവാൻ? കർത്താവിനെല്ലായ്പ്പോഴും മനസ്സാണ് ആളുകളുടെ സൗഖ്യം. അതാണ് മനുഷ്യനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആഗ്രഹവും. എന്നാൽ മനുഷ്യൻ്റെ സഹായവും സഹകരണവും അക്കാര്യത്തിലും കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു പ്രയാസവുമില്ലാതെ എപ്പോഴും വസന്തമായിരിക്കുന്ന അനുഭവം ആഗ്രഹിച്ചാൽ പലപ്പോഴും നിരാശയുണ്ടാകാം. ദുഃഖവെള്ളിയാഴ്ച അൾത്താര ക്രമീകരിച്ച കന്യാസ്ത്രീകൾ കുരിശിന് ചുറ്റും മുള്ളുകളുടെ വള്ളികൾ പിടിപ്പിച്ചു. എന്നാൽ ഈസ്റ്റർ ദിനമായപ്പോൾ കുർബാനയ്ക്കായി വന്ന അച്ഛന് അതിശയം തോന്നി. എന്താണ് ഈ അൾത്താരയുടെ ക്രമീകരണത്തിൽ കാര്യമായ വ്യത്യാസമൊന്നും അമ്മമാരെ ചെയ്യാൻ മറന്നുപോയതാണോ എന്ന് സംശയിച്ചു. ഏതായാലും അൾത്താരയുടെ അടുത്തെത്തിയപ്പോൾ അച്ഛന് മനസ്സിലായി, 3 ദിനം കൊണ്ട് ആ മുള്ളുകൾക്കിടയിൽ പതുങ്ങിയിരുന്ന ശൂലങ്ങൾ എല്ലാം തന്നെ പുഷ്പിച്ച് വിരിഞ്ഞ് സുഗന്ധം പരത്തുന്ന പുഷ്പങ്ങളായി പരിണമിച്ചിരിക്കും. If he can endure the sufferings, sorrows, depressions, it will blossom into flowers of rarest beauty and perfume. If he can endure those experiences. മനുഷ്യ ജീവിതത്തിൽ അസ്തമയവും പരാജയങ്ങളും പുതിയ പുതിയ ദർശനങ്ങൾ ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് ഒരു ജീവിതം അതിൻ്റെ സമാപ്തിയിലേക്ക് നീങ്ങുകയാണോ എന്ന് തോന്നുമ്പോഴാണ് ഒരു ജീവിതത്തിൻ്റെ വിലയിരുത്തൽ കാര്യമായി നടത്തുക. ക്രൂശിൻ്റെ ധ്യാനം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുന്നത്. കർത്താവ് നമ്മോട് ചോദിക്കുന്നു, മനസ്സാണോ സുഖമാകുവാൻ? ഞാൻ നിനക്ക് സൗഖ്യം തന്നാൽ അത് സ്വീകരിപ്പാൻ നിനക്ക് സന്തോഷമാണോ മനസ്സാണോ? സംശയാലുക്കളായ നമ്മൾ വീണ്ടും ചോദിച്ചു പോകുന്നു, നിനക്ക് കഴിയുമോ സൗഖ്യമാക്കുവാൻ എന്നെ? ആ സംശയത്തിൽ നിന്ന് മാറി ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ സമീപിക്കുമ്പോൾ എനിക്ക് മനസ്സാണെന്ന് പറയുവാൻ സാധിച്ചാൽ നമ്മുടെ രോഗം നീക്കി ഭാരങ്ങളകറ്റി യേശു ആഗ്രഹിക്കുന്ന വിചാരിക്കുന്ന തരത്തിലുള്ള സൗഖ്യത്തിലേക്ക് നമ്മെയും ലോകത്തെയും പ്രവേശിക്കുക. സഭയുടെ ദൗത്യമതാണ്. മനുഷ്യൻ്റെ ആഗ്രഹം അത്തരത്തിലാകേണ്ടതാണ്. ചെറിയ ചെറിയ അസുഖങ്ങളുള്ള വിടുതൽ മാത്രമല്ല, കർത്താവ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്ന
സന്തോഷകരമായ വിമോചനം, രക്ഷ, അതിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കർത്താവുമായിട്ടുള്ള ബന്ധം എത്രയോ ആവശ്യമാണ്. നമുക്ക് പറയാം, സുഖമാകുവാൻ എനിക്ക് മനസ്സുണ്ട്, നീ എന്നെ സൗഖ്യം ആക്കണം. ജീവിതത്തിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങൾ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനോട് ചേർന്ന് നിന്ന് ലോകാനുഭവങ്ങളെ കാണുന്നതിനും ദൈവം തരുന്ന സൗഖ്യം പ്രാപിച്ച് കർത്താവിനുള്ളവരായി ഈ ലോകത്തിലെ കാണപ്പെടുന്നതിനും ക്രൂശിൻ്റെ ആഴമേറിയ അർത്ഥം കർത്താവിനോട് ചേർന്ന് ഗ്രഹിക്കുന്നതിനും പീഡാനുഭവിച്ചിലെ ധ്യാനം ദൈവകരങ്ങളിൽ ഉപയുക്തമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യും.